സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സൂക്ഷിക്കണം. ഹറാമായ ഒരു സംഗതി വയറ്റിലേക്ക് എത്തുന്നത് മറ്റൊന്നുകൂടി കൂട്ടത്തിൽ ഞാൻ പറയട്ടെ. രക്ഷിതാക്കൾ സാധാരണ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ പല കോളേജുകളിൽ നിന്നും സ്കൂളുകളെ ഞാൻ കുറ്റം പറയില്ല കേട്ടോ, സ്കൂളുകളിൽ നിന്നൊക്കെ പലയിടങ്ങളിലേക്കായി പോകുന്ന ടൂറുകളുണ്ട്. ഒന്ന് സൂക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ടൂറുകൾ 2-3 ദിവസത്തെ ടൂറുകൾ, ആ ടൂറിന് കയ്യിൽ വെക്കാൻ വേണ്ടി ഒരു 400 കയ്യിൽ സൂക്ഷിക്കാനാ 400. അത്യാവശ്യങ്ങൾക്ക് കയ്യിൽ സൂക്ഷിക്കാം. ഭക്ഷണത്തിനൊക്കെ അതൊക്കെ നേരത്തെ അടച്ചിട്ടുണ്ട്. 2500 അത് ഭക്ഷണത്തിനും ചായക്കുള്ളതൊക്കെ അതിലുണ്ട്. പിന്നെ ഒരു 400 കയ്യിൽ വെക്കാൻ. ഈ കയ്യിൽ വെക്കാൻ കൊടുത്ത 400 കൊണ്ട് കാര്യമായിട്ട് വാരിക്കൂട്ടുന്ന ഒന്ന് ഏതാ വാരിക്കൂട്ട? അവന്റെ ക്ലാസ്മേറ്റ് ആയ സുഹൃത്ത് എന്താ വാരിയത്, എന്താ വാങ്ങിയത്? ഒന്നുമല്ല വാങ്ങിയത്. ഒരു കടയിൽ കയറിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങി. ഒരു പാക്കറ്റ് വാങ്ങിയപ്പോ ഇത് എന്ത് ടേസ്റ്റാന്നറിയോ? ഒന്ന് എടുത്തൊരു അല്പം ഒന്ന് നാവിൽ വെച്ചു. അപ്പൊ മറ്റേ ആളും ജീവിതത്തിൽ ഇതുവരെ രുചിക്കാത്ത ഒരുത്തനും നാവിലൊന്ന് വലിച്ചപ്പോ അവൻ ആദ്യം ഇങ്ങനെ ചെറിയൊരു മയക്കങ്ങനെ തോന്നി. പിന്നെ ഒന്നുകൂടി ഒന്നിങ്ങനെ നാവിലേക്ക് ഇങ്ങനെ കൊട്ടിയപ്പോ ഒരു ടേസ്റ്റ് തോന്നി. പിന്നെ മറ്റേ ആൾക്ക് വാങ്ങിക്കൊടുക്കുന്നതും കൂടി ഇയാളായി മാറി. അതുകൊണ്ട് കിട്ടിയ നേട്ടതാണ്. കയ്യിൽ വെക്കാൻ കൊടുത്തൊരു 400-200 കൊണ്ട് ആ 3 ദിവസം കൊണ്ട് നേടിയെടുത്തത് ഇത്തരത്തിൽ 1-2 പാക്കറ്റുകൾ വാങ്ങാനാണ്. പിന്നെ എവിടെ 10, 15, 20 രൂപ കിട്ടുന്നോ അതിങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി സൂക്ഷിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ ഉപ്പമാര് ശരിക്ക് ശ്രദ്ധിക്കണം. അതും നമ്മുടെ വക്കൽ വന്ന റിപ്പോർട്ടുകൾപ്പെട്ട റിപ്പോർട്ടാണ്. നമ്മൾ കരുതലോടെ ശ്രദ്ധിക്കണം. എന്റെ മോൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലേന്നു ഉസ്താദെ, എന്റെ മോൻ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലേന്നു. നന്നായി സുബഹി നിസ്കാരം കഴിഞ്ഞ് നല്ല രൂപത്തിൽ ജമാഅത്തിനൊക്കെ പള്ളിയിൽ നിന്റെ കൂടെ തന്നെ ജമാഅത്തിന് വരുന്ന നല്ലോണം പഠിക്കുന്ന നല്ല കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോ അവന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നു. പറഞ്ഞാലൊന്നും കേൾക്കണില്ല, ഒന്നും ഉൾക്കൊള്ളുന്നില്ല. എന്താന്ന് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവന്റെ ഉമ്മ അവന്റെ വസ്ത്രം അലക്കുന്ന സമയത്ത് പാന്റിന്റെ കീശയിൽ നിന്ന് 1-2 പാക്കറ്റുകൾ എനിക്ക് എടുത്തു തന്നു. ഉപയോഗിച്ച് കഴിഞ്ഞ പാക്കറ്റാണ്. എനിക്കറിയില്ല എന്താ പാക്കറ്റ് എന്ന്. ആ രക്ഷിതാവ് പറയാണ്, പാക്കറ്റ് കൊണ്ടുപോയി പീഡിക്കാരനെ കാണിച്ചിട്ട് പീഡിക്കാരൻ പറഞ്ഞു, ഇതോ 1-ാം നമ്പർ മയക്കുമരുന്നിന്റെ പൊടി അതിലുണ്ടാകരുതെന്ന് പറഞ്ഞു. കുട്ടിക്ക് എങ്ങനെ ഈ പൊടി കിട്ടാനുള്ള ചാൻസ് എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോ കയ്യിൽ വെക്കാൻ കൊടുത്ത 250 അതിനാണ് എടുത്തത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്റെ മോനാണ്, ഞാൻ മുസാഫിനെ നടക്കണ്ടെന്നൊന്നും കാര്യം നടക്കാവൂല. നേരേൽക്ക് സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. പള്ള കേടായിപ്പോയോ ഖൽബ് നന്നാകൂല. ഹറാം ഉപയോഗിച്ചാൽ ഖൽബ് നന്നാകൂല.